Hello students, so we have discussed so far about the water pollution and the removal of industrial wastewater pollutants. Okay, so in this you have previously heard about the water purification using synthetic resins. Okay, so now we are going to discuss about the purification by a process called reverse osmosis. Okay, reverse osmosis is a familiar technique which is used to produce pure drinking water. So osmosis is actually a familiar term, isn't it? Osmosis എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ടേമാണ്. അതിന് എക്സാമ്പിൾസും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. നമ്മൾ എന്താ മാങ്ങ ഉപ്പിലിടുന്ന കേസും ഷുഗർ സൊല്യൂഷനകത്തിൽ അല്ലെങ്കിൽ ഷുഗർ സിറപ്പിനകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രൂട്ട്സ് ഇട്ടിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന കേസും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഓക്കെ, സോ ഓസ്മോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഓസ്മോസിസ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ മോളിക്യൂൾസ് ഓഫ് എ സോൾവെന്റ് pass from a solution of lower concentration to a solution of higher concentration through a semi-permeable membrane. അപ്പോൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ എന്ത് ചെയ്യുന്നു, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ മെംബ്രെയിൻസ് വിച്ച് അലൗ ദ പാസേജ് ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെ. നമ്മളിങ്ങനെ എന്താ പറയാ, ഈ സോൾട്ട് വാട്ടറിനകത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മാങ്ങയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപ്പ് വെള്ളത്തിനകത്തിട്ട് വെക്കുന്ന കേസ് എടുക്കുക. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഓസ്മോസിസിന്റെ എക്സാമ്പിൾ. അതിനകത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളുടെ മാങ്ങയിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, അതിന്റെ ആ സ്കിന്നിലൂടെ വെളിയിലേക്ക് ചാടുന്നു. അതായത് സോൾവെന്റ് മോളിക്യൂൾസ് പാസ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ തിരിച്ചെന്ത് ചെയ്യുന്നു, നമ്മുടെ മാങ്ങയ്ക്കുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മളുടെ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. സോ ഓസ്മോസിസ് ഇസ് എ പ്രോസസ് in which the molecules pass from a lower concentration to a higher concentration. അപ്പൊ അതിന്റെ ഒരു സ്കീമാറ്റിക് അല്ലെങ്കിൽ സിമ്പിൾ എക്സാമ്പിൾ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താണ്, സെമി പെർമിയബിൾ മെംബ്രെയിനകത്തൂടെ നമ്മൾ എന്ത് വാട്ടർ മോളിക്യൂൾസ്, ഇത് നമ്മളുടെ മെറ്റീരിയൽ ആണ് ഉദ്ദേശിക്കുക. അപ്പൊ അതിനകത്തിലെ വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിലേക്ക് പാസ് ചെയ്യുന്നു. ഇവിടെ ഷുഗർ മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പൊ ഡൈലൂട്ട് സൊല്യൂഷനകത്തുനിന്ന് എന്ത് ചെയ്യുന്നു, വാട്ടർ മോളിക്യൂൾസ് കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷനകത്തേക്ക് മൂവ് ചെയ്യുന്നു. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നൗ ഇനി നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, സോ ബൈ ദ നെയിം ഇറ്റ്സെൽഫ് യു ക്യാൻ ഇമാജിൻ ഓർ യു ക്യാൻ അസ്യൂം വാട്ട് ഇസ് ഇറ്റ്. സോ റിവേഴ്സ് ഓസ്മോസിസ് മീൻസ് ഇറ്റ് ഇസ് എ റിവേഴ്സൽ ഓഫ് ദ ഓസ്മോസിസ് പ്രോസസ്. അപ്പൊ നമ്മളുടെ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ റിവേഴ്സ് പ്രോസസ്സിനെയാണ് എന്ത് പേര് വിളിക്കുന്നത്, റിവേഴ്സ് ഓസ്മോസിസ് അല്ലെന്നുണ്ടെങ്കിൽ RO എന്ന് വിളിക്കും. ഓക്കെ, അതിനകത്ത് ഈ RO എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫെമിലിയർ ആണ്. അപ്പൊ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ കെന്റ് RO പ്യൂരിഫയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു പരസ്യമല്ലേ, നമ്മുടെ ഹേമാമാലിനിയുടെ ഒരു പരസ്യം ഉണ്ടല്ലോ. ഓക്കെ, സോ ഇൻ ദാറ്റ് ദേ വർ സെയിങ് ദാറ്റ് RO purifiers. Okay, so RO purifier is actually meaning that the filtration or the purification process is done by reverse osmosis or by the പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ കുറച്ച് എന്താണ്, നമ്മളുടെ വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ പിക്ചർ ആണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കണ്ടോ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, RO എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഫിൽട്രേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, RO, അതായത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ വാട്ടർ പ്യൂരിഫയേഴ്സ് നൗ അവൈലബിൾ ആർ വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് തന്നെ അസ്യൂം ചെയ്യാവുന്നേ ഉള്ളൂ, ഓസ്മോസിസിന്റെ നേരെ എന്തായിരിക്കണം, റിവേഴ്സ് ആയിരിക്കണം അല്ലെ. സോ ഓസ്മോസിസ്, വാട്ടർ മോളിക്യൂൾസ് ഫ്രം lower concentration to higher concentration, and reverse osmosis means from higher concentration to lower concentration. So reverse osmosis is a water purification process that uses a partially permeable, that is a semi-permeable membrane to separate ions, unwanted molecules and larger molecules from the drinking water. Okay, അപ്പോൾ നമ്മളുടെ വാട്ടറിനകത്തുനിന്നുള്ള കണ്ടാമിനൻസ് എന്ന് പറയുന്നത് it can be ions, it can be any other unwanted molecules or pollutants, something like that. So we are removing the pollutants or the ions from the water, that is the polluted water is purified using reverse osmosis. ഇനി ഇതിനകത്തുള്ളൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്. നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല,
എക്സ്റ്റേണൽ ഒന്നും വേണ്ട. നമ്മൾ വെറുതെ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് ആൾക്കാരെയും കൂടെ ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ സെമി പെർമിയബിൾ മെമ്പറൈൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ് അങ്ങ് നടക്കും. പക്ഷെ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്, ദാറ്റ് ഈസ് എ നാച്ചുറൽ പ്രോസസ്. അപ്പൊ നമുക്ക് ഇതിന്റെ റിവേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഒബ്വിയസ്ലി give some external force or give some external energy. So here the external energy is in terms of pressure that overcome the pressure required for osmosis. അപ്പോൾ ഓസ്മോസിസിന് അല്ലെങ്കിൽ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഷറിനെ നമ്മൾ വിളിക്കുന്ന ഒരു പർട്ടിക്കുലർ പേരുണ്ട്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടോ? അതാണ് ഓസ്മോട്ടിക് പ്രഷർ. സോ when a pressure which is exceeding the osmotic pressure is applied to a system having two concentrations and separated by a semi-permeable membrane, we will observe the reverse osmosis. So, a pressure is applied on the higher concentration side, then we will get the reverse of the osmosis process. അതിന്റെ ഒരു സ്കീമാറ്റിക് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ നോർമലി this reverse osmosis is very applicable for the desalination of water. Desalination means to convert saline, that is salt water, to drinking water. നമ്മളുടെ ഉപ്പുവെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ റിവേഴ്സ് ഓസ്മോസിസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ we are applying a pressure to the seawater side where the concentration of the ions or concentration of the salt is high. So applying external pressure to the higher concentration side, we can reverse the flow of osmosis. അതാണ് എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, so this is the process actually taking place in reverse osmosis. So this is a semi-permeable membrane which is having a large number of holes or pores. Okay, അപ്പൊ കുറെ പോർസ് ഉള്ള സർഫസ് ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, then this membranes will retard or will stop the flow of solute particles. അപ്പൊ നമ്മളുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ ഈ കളറിൽ ഒരു ഗ്രീൻ വന്നേക്കുന്ന വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് ആണ്, ബ്ലൂ വന്നേക്കുന്നത് എന്താണ്, സോൾട്ട് വാട്ടറും ആണ്. ഓക്കെ, അപ്പം നോർമൽ വാട്ടറും ഉണ്ട്, അതേപോലെ തന്നെ സോൾട്ട് വാട്ടറും ഉണ്ട്. അപ്പൊ സോൾട്ട് മോളിക്യൂൾസ് ആണ് ഈ ബ്ലൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്, ഗ്രീൻ ആയിട്ട് കാണിച്ചിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. വി ആർ അപ്ലൈയിങ് എ പ്രഷർ, ദെൻ all the solute particles, that is all the salt molecules will be retaining on the membrane and all the water molecules will pass through the membrane so that we will get pure water on the other side of the membrane. Okay, so this is the simple process by which the reverse osmosis is taking place. So we are applying a pressure and we are retaining the salt molecules on the membrane and water molecules will pass through the membrane and on the other side we will get the pure water. So this is a schematic of the RO water purifiers. So here we have a storage tank that is in which the water, the contaminated water is stored, and we will provide this water to the filter RO system. Okay, so after RO system, the clean water is stored in another container, or we can just draw water from the tap. ഇപ്പൊ നമ്മളുടെ RO പ്യൂരിഫയർ കണ്ടിട്ടില്ല, അപ്പൊ അതിന്റെ അടിയിൽ ഒരു ടാപ്പ് ഉണ്ടാവില്ല. അപ്പൊ ആ ടാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് വാട്ടർ വെളിയിലേക്ക് എടുക്കുന്നു. അപ്പൊ ആ പ്രോസസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ക്ലീനിങ് അസംബ്ലി ആണ് ഈ കാണിച്ചിരുന്നത്, കാർബൺ ഫിൽറ്ററും അതുപോലെ തന്നെ സെഡിമെന്റേഷൻ ഫിൽറ്ററും. പിന്നെ ഈ നമ്മളുടെ the RO water purifiers are always associated with other filters. എന്ന് വെച്ചാൽ പ്രീ ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്, അതേപോലെ തന്നെ പോസ്റ്റ് ഫിൽറ്ററിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിനെ കടത്തി വിടുമ്പോഴത്തേക്ക് കണ്ടാമിനൻസ് കുറെയൊക്കെ നമ്മുടെ ഈ ഫിൽറ്റർ പിടിക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു, ബാക്കി വരുന്ന എല്ലാം എന്ത് ചെയ്യുന്നു, RO പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ROയുടെ ചെയ്യുന്ന പ്രോസസ് ഇതാണ്. നമ്മളുടെ എന്ന് പറയുന്ന RO മെംബ്രെയിൻ എന്ന് പറയുന്നത്, റിവേഴ്സ് ഓസ്മോസിസ് മെംബ്രെയിൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. സോ വി ആർ അപ്ലൈയിങ് എ പ്രഷർ ടു ദ membrane, then water, that is a clean water, will pass through the filtration membrane. ഈ മെംബ്രെയിൻ പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ കുറെ നാൾ കഴിയുമ്പോൾ എക്സോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മെംബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് RO അല്ലെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്. ആൻഡ് നൗ where we can use the reverse osmosis? So that obviously it is used for the purification of water, that means the purification of contaminated water to convert it into drinking water. But there are certain other areas where we require pure water and we can use the reverse osmosis process. Okay,
So the common contaminants which can be removed by the reverse osmosis filters are pesticides, herbicides, then the agricultural products like fungicides, then dissolved gases like hydrogen sulfide. Okay, then certain organic compounds and also a variety of chlorines. അതായത് നമുക്ക് ക്ലോറിന്റെ പല ഫോംസ് ഉണ്ട് നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാ ഫോംസിലുള്ള ക്ലോറിനെ റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വാട്ടറിനകത്തൊക്കെ കണ്ടില്ലേ, നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടർ അല്ലേ, അപ്പൊ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ RO പ്യൂരിഫയറിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോറിന്റെ ആ ടേസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നു, മാറുന്നത്. അതായത് ക്ലോറിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വി ക്യാൻ ഹാവ് പ്യുവർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, സോ ദ RO, that is reverse osmosis filters or the reverse osmosis process, can be used for water which contains pesticides, herbicides, fungicides and also dissolved gases like hydrogen sulfide. We can remove or we can filter out the organic compounds and also different quantities of chlorine which is present in the contaminated water or waste water. Okay, so the main application is the desalination of water, that is the sea water to the drinking water conversion. Okay, അപ്പോൾ അതാണ് നമ്മളുടെ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. സിമ്പിൾ ആണ്. എന്ത് ചെയ്യുന്നു, ഓസ്മോസിന്റെ ഓപ്പോസിറ്റ്, അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ.